അത്യാവശ്യം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സ്ത്രീ വിളിച്ചിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഉസ്താദേ, തഹജ്ജുദ് നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്ത് എന്താണ്? അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്നതാണ്. രണ്ടാമത്തെ റക്അത്തിൽ എന്താ ഓതേണ്ടത്? ഇന്നതാണ്. ഇതാകെ വിളിക്കുന്ന ഉസ്താദ്, ഞങ്ങൾ ആനേനെ സ്വപ്നം കണ്ട്, ആന പിണ്ടവും കണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ആനയെ സ്വപ്നം കണ്ടാലുള്ള അർത്ഥം അറിയത്തില്ലേ? എന്താ ആനയെ സ്വപ്നം കണ്ടാൽ? ഒലക്കട മൂട്, അത് തന്നെ. പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് എന്താ? പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് പരോപകാരമാണ്. ഇന്നത് ചെല്ലിയാൽ ഇന്നത്. കടം വീടാൻ എന്താ ചെയ്യേണ്ടത്? കടം വീടാൻ പണിക്ക് പോകണം. പണിക്ക് പോകാതെ കടം തീരത്തില്ല. പറഞ്ഞു തന്ന മുജാര വീട്ടിൽ പോയി രാവിലെ ഇരിക്കണം, ഞങ്ങൾ ചെല്ലിയിട്ട് കടം തീർന്നില്ല എന്ന്. അങ്ങനെ കടം തീരത്തില്ല. പണിയെടുക്കണം. പണിക്ക് പോകാതെ ഉസ്താദ് ആദി ഒറ്റ രാത്രി കൊണ്ട് കടം തീരും. ഇവൻ ഉറക്കം ഓടിച്ചിരിക്കുന്നല്ല, കടം തീരുവ. രാവിലെ ഇവൻ കടം തീരുമെന്ന് പറഞ്ഞിരിക്കുമ്പോ ബാങ്കുകാർ കൊണ്ടുവന്ന് ജപ്തി നോട്ടീസ്. കടം തീരുമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. എടാ, ഞാൻ പറഞ്ഞു, നിങ്ങൾ യൂട്യൂബൊക്കെ കണ്ടോ? സംഭവം ശരിയാണ്. നിങ്ങൾ ഈ കള്ളത്തരത്തിന് പിന്നാലെ പോകരുത്. പ്രിയപ്പെട്ട ഉമ്മമാർ, അങ്ങനത്തെ വഞ്ചനകൾ നമ്മൾ വിട്ടുപോകരുത്. അതുപോലെ തന്നെ മറ്റൊരു അസുഖമാണ് ഈ 10 അടയാളങ്ങൾ നിങ്ങളിലുണ്ടോ, നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട്. ഭർത്താവ് വന്ന് ചോറ് ചോദിച്ചിട്ട് വെള്ളം ചോദിച്ചിട്ടും കൊടുക്കുന്നില്ല, ഇങ്ങനെ ഇരിക്കുക. എന്തേ? ഒന്നും വേണ്ട. എന്തേ? ക്യാൻസറാ. ഒരു രോഗത്തിന്റെ 10 അടയാളങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു അടയാളം നമ്മളിലുണ്ടാവും. 99% മനുഷ്യരുടെയും മോഷൻ കറക്റ്റ് അല്ല. അത് വെച്ചാൽ നമുക്ക് രാവിലെ ഉറക്കത്തിൽ നിന്നിച്ച് നമ്മൾ ബാത്റൂമിലേക്ക് പോയാൽ മോഷൻ കറക്റ്റ് ആകൂല. കാരണം എന്തുകൊണ്ടാ? മോശം കറക്റ്റ് ആകണമെങ്കിൽ ഫൈബർ കൂടിയ ഭക്ഷണം കഴിക്കണം. നമ്മൾ കൂടുതൽ എന്താ കഴിക്കുക? അൽഫാം കഴിക്കുക. അൽഫാം കഴിച്ചാലൊന്നും അങ്ങനൊന്നും നമ്മുടെ മോശം ശരിയാവില്ല. അപ്പൊ പിന്നെ ഉറപ്പിച്ച് അൽഫാം കഴിച്ചാലൊന്ന് ക്യാൻസർ. അള്ളാഹു നമുക്ക് ബുദ്ധിയും ബോധമൊക്കെ തരട്ടെ. ഇപ്പൊ ഇനി അങ്ങനെ ദ്വാരക്കണം. അള്ളാഹു തല വിവരം തരട്ടെ.